respiration. Respiration. What do you mean by respiration? നമ്മളിപ്പോൾ ഫോട്ടോസിന്തസിസ് പഠിച്ചു, ഫുഡ് പ്രിപ്പയർ ചെയ്തു അല്ലേ? അപ്പോൾ ആ ഫുഡിനെ എന്ത് ചെയ്യണം? നമ്മൾ കഴിച്ചു, അതിനെ ഓക്സിഡൈസ് ചെയ്യണം. അപ്പോൾ റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് oxidation of food materials in the presence of specific enzyme to release energy. എന്തുവാ റെസ്പിറേഷൻ? ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഫുഡ് മെറ്റീരിയൽസിൻ്റെ ഓക്സിഡേഷൻ എവിടെ വെച്ചിട്ട്? ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ആവശ്യമുള്ള എനർജി റിലീസ് ചെയ്യുന്നതിന് വേണ്ടി. സോ റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് എൻസൈംസ് ടു റിലീസ് എനർജി. There are two types of respiration: aerobic respiration and anaerobic respiration. The respiration takes place in the presence of oxygen is called aerobic respiration. Respiration takes place in the presence of oxygen. Presence of oxygen is called aerobic respiration. Respiration takes place in the absence of oxygen is called anaerobic respiration. Presence of oxygen, oxygen's presence നടക്കുന്നത് aerobic respiration. Absence of oxygen നടക്കുന്നത് anaerobic respiration. In aerobic respiration, food materials are completely ആയിട്ട് ബ്രേക്ക് ഡൗൺ ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതായത് നമുക്കറിയാം നമ്മൾ ഫുഡ് ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൊണ്ടാണ്. അപ്പോൾ ആ ഫുഡിന് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. നമുക്കറിയാം ഇക്വേഷൻ C6H12O6 പ്ലസ് 6O2 gives 6CO2 പ്ലസ് 6H2O പ്ലസ് എനർജി. Food materials are completely oxidized into carbon dioxide and water. In anaerobic respiration, food materials are incompletely oxidized. C6H12O6. In oxygen illa avada incompletely oxidized into ethyl alcohol to C2H5OH. അതിനെ പറയും ethyl ethanol, ethyl alcohol plus 2CO2 plus energy, small amount of energy. അല്ലെങ്കിൽ food materials are incompletely oxidized into lactic acid C3H6O3. ലാക്റ്റിക് ആസിഡ് പ്ലസ് എനർജി. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. സോ ഫുഡ് മെറ്റീരിയൽസ് ആർ ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ഇൻറ്റു ഫുഡ് മെറ്റീരിയൽ. ഇറ്റ് ടേക്സ് നോക്കി, എയറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അനേറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. In aerobic respiration, food materials are completely oxidized into carbon dioxide and water. In anaerobic respiration, food materials are incompletely oxidized into ethyl alcohol and carbon dioxide. അല്ലെങ്കിൽ
എന്താണ് ലാക്റ്റിക് ആസിഡ്. ഇതിൻ്റെ പേര് എഴുതാൻ പറഞ്ഞു മതി. ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിൽ സെൽസ് നമ്മളിപ്പോൾ ഓടുമ്പം പെട്ടെന്ന് മസിൽ കോച്ചിരിക്കുന്ന കാരണം എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ മസിൽ സെൽസിൽ ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ നടക്കുന്നു. ലാക്ക് ഓഫ് ഓക്സിജൻ്റെ അഭാവത്തിൽ ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡൈസ്. അപ്പോൾ ഇതെന്താന്ന് നോക്കിയോ, ഇത് നമ്മുടെ ഈസ്റ്റ് കണ്ടോ. ഈസ്റ്റ് എന്ത് ചെയ്യുന്നു? ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇതേൽ ആൽക്കഹോൾ. അപ്പോൾ aerobic respiration anaerobic respiration. The respiration takes place in the presence of oxygen is called aerobic respiration. The respiration takes place in the absence of oxygen is called anaerobic respiration. ഇനി റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് ഏത് റെസ്പിറേഷൻ ആയാലും ഗ്ലൈക്കോളിസിസ്. രണ്ട്, ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. മൂന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്നില്ല, രണ്ട് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ്, ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. മൂന്ന്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ സ്റ്റെപ്പ് ഏതൊക്കെയാ? ഒന്ന് ഗ്ലൈക്കോളിസിസ്, രണ്ട് ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. ആദ്യം നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ ആയാലും എയറോബിക് റെസ്പിറേഷൻ ആയാലും കോമൺ ആയിട്ടുള്ള ഒരു പാത്ത് വേണ്ട, അതിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. റെസ്പിറേഷനിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ്. Glycolysis is the conversion of one molecule of glucose into two molecules of pyruvic acid. What do you mean by glycolysis? Glycolysis is the conversion of ഒരു മോളിക്കൂൾ, 6 കാർബൺ ഉള്ള ഒരു മോളിക്കൂള് ഗ്ലൂക്കോസിനെ 3 കാർബൺ വീതമുള്ള 2 മോളിക്കൂള് പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. കൺവേർഷൻ ഓഫ് 1 molecule of glucose into 2 molecules of pyruvic acid. It is discovered by ആരാ ഇത് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? ഗുസ്റ്റാവ് എംഡൻ, EMBDN, ഗുസ്റ്റാവ് എംഡൻ, ഓട്ടോ മേയർഹോഫ് ആൻഡ് പർനാസ്, ജെ പർനാസ്. അപ്പോൾ എംഡൻ, മേയർഹോഫ്, പർനാസ്. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് EMP pathway. പരീക്ഷ ശ്രദ്ധിച്ചോണം. EMP pathway. It is also called EMP pathway. എംഡൻ മേയർഹോഫ് പർനാസ് pathway. EMP pathway. ഇനി ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് എ സെൽ. It takes place in the cytoplasm of a cell. So what do you mean by glycolysis? Glycolysis is the conversion of 1 molecule of glucose into 2 molecules of pyruvic acid. ഇത് കണ്ടുപിടിച്ചത് എംഡൻ, മേയർഹോഫ്, പർനാസ്. So it is also called a EMP pathway. It takes place in the cytoplasm of a cell. ഇതൊരു ഒരു സെല്ലിലെ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. It is common for common pathway for anaerobes and aerobes. അനേറോബ്സിനും എയറോബ്സിനും കോമൺ ആയിട്ടുള്ള ഒരു പാത്വേ ആണിത്. അപ്പോൾ നമുക്ക് പഠിക്കാം. ആദ്യം ഗ്ലൈക്കോളിസിസിൽ എൻ്റെ എന്തുണ്ട്? ഗ്ലൂക്കോസ്, 1 മോളിക്കൂള് ഗ്ലൂക്കോസ്. ഈ 1 മോളിക്കൂള് ഗ്ലൂക്കോസിനെ ഞാൻ ഫോസ്ഫോറിലേഷൻ നടത്താൻ പോവുകയാണ്. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്. അപ്പം ഞാൻ ഫോസ്ഫേറ്റ് കൊടുക്കുന്നു. ADP കൊടുത്തു. എന്ത് പോയി? അപ്പം എൻ്റെ എന്താ ഉള്ളത്?
ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേഷൻ നടത്തുന്നു. അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്. എന്താ ഒരു ADP കൊടുക്കാൻ പോവുകയാണ്, ATP കൊടുക്കാം. അഡനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് കൊടുക്കുന്നു. ഈ ഫോസ്ഫേറ്റ് ഇതിൻ്റെ 6ാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് വന്നു. അപ്പം ഒരു ഫോസ്ഫേറ്റ് ഇതിന് കൊടുക്കുമ്പോൾ ഇനി പിന്നെ അഡനോസിൻ ഡൈ ഫോസ്ഫേറ്റ്, 2 ഫോസ്ഫേറ്റിലുള്ളൂ. അപ്പോൾ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറി? ഗ്ലൂക്കോസ് 6-phosphate. Glucose 6-phosphate in the presence of enzyme. ഇതിവിടെ ഉപയോഗിക്കുന്ന ഒരു എൻസൈമിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം. ഹെക്സോകൈനേസ്. ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് 6-phosphate. then ഐസോമറൈസ് ചെയ്തിട്ട് ഫ്രക്ടോസ് 6-phosphate ആവും. ഫ്രക്ടോസ് 6-phosphate. ഈ ഫ്രക്ടോസ് 6-phosphateന് വീണ്ടും ഒരു ഫോസ്ഫോറിലേഷനൂടെ നടക്കുന്നു. ഒരു ഫോസ്ഫോറിലേഷനൂടെ നടക്കുമ്പോൾ ഒരു ATP ഇവിടെ കൊടുക്കാൻ പോവാണ്. ATP ADP ഉണ്ടോ? ഈ P ഇവിടെ വരും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്തെന്നറിയാമോ? ഇതിൻ്റെ 1ാമത്തെ കാർബൺ ആറ്റത്തിൽ. അപ്പോൾ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. അപ്പോൾ ഫ്രക്ടോസ്, അപ്പോൾ നോക്കിയാൽ ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് 6-phosphate ആയി. ഗ്ലൂക്കോസ് 6-phosphate ഐസോമറൈസ് ചെയ്ത് ഫ്രക്ടോസ് 6-phosphate ആയി. ഫ്രക്ടോസ് 6-phosphateൻ്റെ കൂടെ ഒരു ATP കൂടെ കൊടുത്തപ്പോഴത്തേക്ക് വീണ്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയി. ദിസ് ഫ്രക്ടോസ് 1,6-phosphate പെട്ടെന്ന് അങ്ങ് ഡിവൈഡ് ചെയ്യൂടെ. ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. മറ്റൊരു 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും. 3-phosphoglycer ആൽഡിഹൈഡ്. നിങ്ങൾ നേരെ പോയി നിങ്ങളുടെ ആ ഫോട്ടോസിന്തസിൻ്റെ പടം ഒന്ന് എടുത്ത് നോക്കൂ. ആ ഫോട്ടോസിന്തസിൽ C3 സൈക്കിൾ ഇലോബറേറ്റ് ആയിട്ട് എഴുതി പഠിപ്പിച്ചത് നോക്കൂ. ആ ഇലോബറേറ്റ് ആയിട്ട് എഴുതി പഠിപ്പിച്ചതിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ 3-phosphoglyceraldehyde അതിൽ കിടപ്പുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ട്രയോസ് ഫോസ്ഫേറ്റ് കിടപ്പുണ്ട്. 3-phosphoglyceraldehyde ഇതാ നോക്കൂ. ഒന്നുകൂടെ പറയാം, 2 ATP ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഗ്ലൂക്കോസ് ഒരു ATP ഉപയോഗിച്ച് ഗ്ലൂക്കോസ് 6-phosphate ആയി. ഐസോമറൈസ് ചെയ്ത് ഫ്രക്ടോസ് 6-phosphate ആയി. വീണ്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഫ്രക്ടോസ് 1,6 ബിസ്-phosphate ആയി. ഡിവൈഡ് ചെയ്തിട്ട് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും 3-phosphoglyceraldehyde ആയി. 3-phosphoglyceraldehyde നിങ്ങൾ ആ ഫോട്ടോസിന്തസിസ് നോക്കി അത് റെഡ്യൂസ് ചെയ്തിരിക്കുക. NADP വെച്ച് റെഡ്യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ അത് ഓക്സിഡൈസ് ചെയ്താൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ റിലീസ് ചെയ്യൂലേ? 3-phosphoglyceraldehyde. എടേ ഇവിടെ 2 മോളിക്യൂൾ, ഒരു 3 കാർബൺ കോമ്പൗണ്ട് 3-phosphoglyceraldehyde, മറ്റൊരു 3 കാർബൺ കോമ്പൗണ്ട് 3-phosphoglyceraldehyde അല്ലേ ഉണ്ടായത്? ഡൈഹൈഡ്രോക്സി 3-phosphoglyceraldehyde. എന്തോ എന്നറിയാമോ? ഇതിനെ കൂടി ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. ഇത് 2 ഇൻ്റർ കൺവേർട്ടബിൾ ആണ്. കൺവേർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ആൾറെഡി ഒരു മോളിക്യൂള് 3-phosphoglyceraldehyde ഉണ്ടായിരുന്നു. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനോട് ഇങ്ങോട്ട് മാറ്റുമ്പോൾ വേറൊരു മോളിക്യൂളെ കിട്ടൂലേ? അങ്ങനെ എനിക്കിപ്പോൾ 2 മോളിക്യൂൾ എന്തുണ്ട്? 3-phosphoglyceraldehyde. 2 മോളിക്യൂൾ എനിക്ക് എന്തുണ്ട്? 3-phosphoglyceraldehyde. എൻ്റെ കയ്യിൽ 2 മോളിക്യൂള് 3-phosphoglyceraldehyde. 2 മോളിക്യൂള് 2 മോളിക്യൂൾ 3-phosphoglyceraldehyde പായി. ഇതിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2 മോളിക്യൂൾ 3-phosphoglyceraldehyde ആയി. 3-phosphoglyceraldehyde ഓക്സിഡൈസ് ചെയ്യുന്നു. നമുക്കറിയാം, ഓക്സിഡൈസ് ചെയ്യുമ്പം പ്രോട്ടോൺസോ ഇലക്ട്രോൺസോ റിലീസ് ചെയ്യത്തില്ലേ? ആ പ്രോട്ടോൺസ് NADയെ റെഡ്യൂസ് ചെയ്തിട്ട് NADH പ്ലസ് H പ്ലസ് ആവും. NADH പ്ലസ് H പ്ലസ്. The 3-phosphoglyceraldehyde reduced it to 1,3-diphosphoglyseric acid. 1,3-diphosphoglyseric acid. ഇതിന് മറ്റൊരു പേരുടെ നമുക്ക് നേരത്തെ പറയാമെന്നറിയാം, ട്രയോസ് ഫോസ്ഫേറ്റ്.
അല്ലേ? അപ്പോൾ 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എത്ര മോളിക്കൂൾ? 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2 മോളിക്കൂൾ 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2 മോളിക്കൂളുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1ലും 3ലും ഫോസ്ഫേറ്റ് ഗ്രൂപ്പില്ലേ? അപ്പോൾ 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡീഫോസ്ഫോറിലേഷൻ നടത്തുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പോകുമ്പം നോക്കിയേ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ ഫോസ്ഫോറിലേഷൻ സംഭവിക്കാൻ പോവുകയാണ്. ADP കൊടുക്കുന്നു. ADPന്ന് ഈ ഒന്നിലിരിക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് വരും. ഒന്നുകൂടെ പറയട്ടെ, എത്ര മോളിക്കൂൾ 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ട്? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എത്ര മോളിക്കൂളുണ്ട്? 2 മോളിക്കൂൾ. അപ്പോൾ 2 NAD വേണ്ടേ? അപ്പോൾ 2 NADH കിട്ടൂലേ? 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡിൻ്റെ കൂടെ ഞാൻ 2 ADP കൊടുക്കുന്നു. ഇവർ 2 മോളിക്കൂളുണ്ട്. അതുകൊണ്ട് 2ൻ്റെയും ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഇരിക്കുന്ന ഫോസ്ഫേറ്റിനെ ഇവ എടുക്കുമ്പം ADPയോടൊപ്പം ഒരു ഫോസ്ഫേറ്റോടെ തരുമ്പോൾ 2 ATP ഉണ്ടായി. അപ്പോൾ 2 ATP ഉണ്ടായി. ഈ 2 ATP ഉള്ളപ്പം പിന്നെ ഒന്നിലെ ഫോസ്ഫേറ്റ് പോയില്ലേ? അപ്പം ഡൈഫോസ്ഫോ വേണോ? വേണ്ട. വെറും 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് പിന്നെ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവും. 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഒരു മോളിക്കൂൾ വാട്ടർ റിമൂവ് ചെയ്ത്, ചിലപ്പോൾ ചോദിക്കാം, ഒരു മോളിക്കൂൾ വാട്ടർ റിമൂവ് ചെയ്ത് ഇനോളേസ് എൻസൈമും കൂടെ ചേരുമ്പോൾ എന്തെന്നറിയാമോ? ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ് ഉണ്ടാവും. ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ്, PEP, ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ്. ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ് ഉണ്ടാവും. ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ്. ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യും? ഇതിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിങ് എടുക്കണ്ടേ നമുക്ക്, എന്നാലല്ലേ നമുക്ക് ATP കിട്ടത്തുള്ളൂ. ഇവരെല്ലാം 2 മോളിക്കൂൾ വെച്ചാണ് പറഞ്ഞു വരുന്നത്. 2 മോളിക്കൂൾ വെച്ച് പറഞ്ഞു വരും. അപ്പോൾ 2 ADP ഞാനിവിടെ കൊടുക്കും. 2 ATP പോയി എന്തുണ്ടാവും? പൈറുവിക് ആസിഡ് ഉണ്ടാവും. പൈറുവിക് ആസിഡ് എത്ര മോളിക്കൂള്? 2 മോളിക്കൂൾ. So this is called glycolysis. Glycolysis is the conversion of 1 molecule of glucose. കണ്ടോ, 1 മോളിക്കൂൾ ഗ്ലൂക്കോസിനെ 2 മോളിക്കൂൾ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് ഈസ് ദ കൺവേർഷൻ ഓഫ് 1 molecule of glucose into 2 molecules of pyruvic acid. ഇത് എവിടെ നടക്കും? സൈറ്റോപ്ലാസത്തിൽ നടക്കും. ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നടക്കും. ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേഷൻ നടന്ന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവും. ഐസോമറൈസ് ചെയ്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവും. പിന്നെ വീണ്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ് ആവും. അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു മോളിക്കൂൾ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും മറ്റൊരു മോളിക്കൂൾ 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡും ആവും. ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും കൂടെ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ 2 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഉണ്ടാവും. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് കൂടെ 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആക്കി മാറ്റുമ്പോൾ 2 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഉണ്ടാവും. 2 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ആ റെഡ്യൂസ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവും. അപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന പ്രോട്ടോൺ NADയെ റെഡ്യൂസ് ചെയ്ത് NADH+H+ ആവും. അല്ലെങ്കിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം NADയെ NADH+H+ ആക്കും, അതായത് NADH ആക്കും. ഇനി 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് പിന്നെ എന്ത് ചെയ്യുന്നു? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവും. അവിടെ നമുക്ക് 2 ATP കിട്ടും. പിന്നെ അത് മ്യൂട്ടേറ്റ് ചെയ്ത് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവും. പിന്നെ അത് വാട്ടർ റിമൂവ് ചെയ്യുമ്പം ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ആവും.
ഫോസ്ഫോനോൾ പൈറുവിക് ആസിഡിനെ വീണ്ടും ഫൈനലി പൈറുവിക് ആസിഡ് ആകുമ്പം 2 ATP കിട്ടും. എനിക്ക് 2 സ്ഥലത്ത് ATP കിട്ടി. ഇത്തരം ഫോസ്ഫോറിലേഷൻ നമ്മൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഫോസ്ഫോറിലേഷൻ പറയുന്ന പേരാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എത്ര ATP കിട്ടിയെന്നൊന്ന് പറഞ്ഞു തരുമോ? നോക്കേ, ഇവിടെ 2 ATP കിട്ടി അല്ലേ? 2 ATP. ഇവിടെ 2 ATP കിട്ടിയില്ലേ? 2 ATP. ഇവിടെ ഒരു NAD 2 NADH കിട്ടി. NADH 2 കിട്ടി. ഒരു NADH is equal to 3 ATP. അപ്പോൾ 2 NADH is equal to 6 ATP എന്ന് പറഞ്ഞൂടെ? അതെന്തോന്ന് നമുക്ക് അവസാനം പറയും. ഒരു NADH is equal to 3 ATP. 2 NADH is equal to 6 ATP. അപ്പോൾ ഇവിടുത്തെ 6, ഇവിടുത്തെ 2, ഇവിടുത്തെ 2 ടോട്ടൽ എത്ര ATP ഉണ്ടാവും? 6 + 2 + 2 is equal to 10 ATP ഉണ്ടാവും. പക്ഷെ 10 ATP ഉണ്ടാവുമെങ്കിലും 2 ATP 2 സ്ഥലത്ത് ATP യൂസ്ഡ് അല്ലേ, ഉപയോഗിച്ചില്ലേ? ഇവിടെ ATP ഉപയോഗിച്ചു, ഇവിടെ ATP ഉപയോഗിച്ചു. അപ്പോൾ 2 ATP കുറയ്ക്കണ്ടേ? മൈനസ് ഉപയോഗിച്ച 2 ATP is equal to 8 ATP. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ എനിക്ക് കിട്ടിയ എത്ര? ഗ്ലൈക്കോളിസിസിൽ എനിക്ക് എത്ര ATP കിട്ടും? ടോട്ടൽ 8 ആണെങ്കിലും നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? നെറ്റ് ഗെയിൻ എത്ര? 8 ATP. ഗ്ലൈക്കോളിസിസിൽ എനിക്ക് എത്ര ATP കിട്ടി? 8 ATP. എത്ര ATP കിട്ടും? നെറ്റ് ഗെയിൻ ഈസ് 8 ATP. So what do you mean by glycolysis? Glycolysis is the conversion of 1 molecule of glucose into 2 molecules of pyruvic acid. Glycolysis, ഇവിടെ ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവും, ഐസോമറൈസ് ചെയ്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവും, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആവും, വീണ്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്ത് അതിനുശേഷം ഡിവൈഡ് ചെയ്ത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആവും. 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവും. അപ്പോൾ 2 NADH എനിക്ക് അവിടെ കിട്ടും. 1,3 ഡൈഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകുമ്പോഴത്തേക്ക് 1,3 ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകുമ്പം 2 ATP കിട്ടും. അത് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവും, ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ആവും, ഫൈനലി പൈറുവിക് ആസിഡ് ആവും. അങ്ങനെ പൈറുവിക് ആസിഡ് ആവുമ്പോൾ ഇവിടെ ഈ 2 ATP. അങ്ങനെ 6ഉം 2ഉം 8ഉം 2ഉം 10 ATP കിട്ടും. പക്ഷേ 2 എണ്ണം ആദ്യമേ ഉപയോഗിച്ച് പോയതുകൊണ്ട് 10 - 2 is equal to 8 ATP. ഗ്ലൈക്കോളിസിസിൽ നെറ്റ് ഗെയിൻ എത്ര? 8 ATP. അപ്പോൾ റെസ്പിറേഷൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഗ്ലൈക്കോളിസിസ് ഈസ് ദ കൺവേർഷൻ ഓഫ് 1 molecule of glucose into 2 molecules of pyruvic acid. അപ്പോൾ നിങ്ങൾ കണ്ടു, എനിക്കുള്ള 1 മോളിക്യൂൾ ഗ്ലൂക്കോസിനെ നിങ്ങൾ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡാക്കി മാറ്റി. 2 മോളിക്യൂൾ പൈറുവിക് ആസിഡാക്കി മാറ്റി. കൺവേർഷൻ ഓഫ് 1 molecule of glucose into 2 molecules of pyruvic acid. ഇവിടെ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡായി മാറി. 1 മോളിക്യൂൾ ഗ്ലൂക്കോസിന് 2. പൈറുവിക് ആസിഡ് എത്ര കാർബൺ കോമ്പൗണ്ടാ? 3 കാർബൺ കോമ്പൗണ്ട്. പൈറുവിക് ആസിഡ് എത്ര കാർബൺ കോമ്പൗണ്ടാ? 3 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ 6 കാർബൺ ആറ്റമുള്ള ഗ്ലൂക്കോസിനെ ഞാൻ എന്ത് ചെയ്തു? 2 പൈറുവിക് ആസിഡാക്കി മാറ്റിയില്ലേ? ഇവിടെ എനിക്ക് എത്ര ATP കിട്ടി? 8 ATP കിട്ടി. Then pyruvic acid enter into the mitochondria. Mitochondrial കയറി undergoes oxidative decarboxylation. അപ്പോൾ പൈറുവിക് ആസിഡ് വീണ്ടും ഓക്സിഡേഷന് വിധേയമാവുകയാണ്. ഓക്സിഡേറ്റ് ചെയ്യുമ്പോൾ അവരെ എന്ത് റിലീസ് ചെയ്യും? പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആണോ? അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ പൈറുവിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ ആരെ റെഡ്യൂസ് ചെയ്യും? NAD. ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോട്ടോൺ NADH ആയിട്ട് മാറും. NADH+H+. പൈറുവിക് ആസിഡ് എന്താക്കി മാറ്റി?
പൈറുവിക് ആസിഡ്. ഇത് കൂടാതെ ഇവിടെ ഒരു കാര്യം കൂടെ നടക്കുന്നു, ഡീകാർബോക്സിലേഷൻ. കാർബൺ ഡൈ ഓക്സൈഡും പോയി. അതായത് 3 കാർബണാറ്റം ഉണ്ടായിരുന്ന പൈറുവിക് ആസിഡിൽ നിന്ന് 1 കാർബണാറ്റവും പോയി, 1 പ്രോട്ടോണും പോയി. അപ്പോൾ എനിക്ക് കിട്ടിയ കോമ്പൗണ്ടിൻ്റെ പേരാണ് എന്താ? അസറ്റൈൽ കോഎൻസൈം എ. സോ അപ്പോൾ ഒന്നുകൂടെ പറയാം, പൈറുവിക് ആസിഡ് കമ്പൈൻസ് വിത്ത് കോഎൻസൈം എ എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. അപ്പോൾ അതിന് ഹൈഡ്രജൻ റിലീസ് ചെയ്യും. ആ ഹൈഡ്രജനെ NAD റെഡ്യൂസ് ചെയ്ത് NADH ആകും. കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തു. അപ്പോൾ പൈറുവിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആൻഡ് ഫോം അസറ്റൈൽ കോഎൻസൈം എ. നമുക്കറിയാം ഒരു NADH നിന്ന് എത്ര ATP കിട്ടും? 3 ATP. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ATP കിട്ടിയില്ലേ? ഒരു പൈറുവിക് ആസിഡിൽ നിന്ന് 3 ATP കിട്ടിയില്ലേ? അപ്പോഴേ എൻ്റെ കയ്യിൽ 2 പൈറുവിക് ആസിഡ് ഇല്ലേ? അപ്പോൾ രണ്ടാമത്തെ പൈറുവിക് ആസിഡിന് എന്ത് ചെയ്യണം? കോഎൻസൈമായിട്ട് കമ്പൈൻ ചെയ്യണ്ടേ? ഡീകാർബോക്സിലേഷൻ നടക്കണ്ടേ? അപ്പോൾ NAD റെഡ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറണം? NADH+H+ ആവണ്ടേ? അപ്പോൾ ഈ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആൻഡ് ഫോം എന്താ? അസറ്റൈൽ കോഎൻസൈം എ. എന്തായിട്ട് മാറും? അസറ്റൈൽ കോഎൻസൈം എ. അപ്പോൾ പൈറുവിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആൻഡ് ഫോം അസറ്റൈൽ കോഎൻസൈം എ. അപ്പോൾ ഇവിടുന്നും 3 ATP കിട്ടൂലേ? അപ്പം 3ഉം ഈ മൂന്നും കൂടെ ചേർന്ന് 6 ATP കിട്ടിയില്ലേ? അപ്പോൾ അസറ്റൈൽ ഇപ്പോൾ ഗ്ലൈക്കോളിസിസിൽ 8 ATP, അസറ്റൈൽ കോഎൻസൈം ആയപ്പോൾ 6 ATP. ക്ലിയർ ആണോ? അപ്പോൾ അസറ്റൈൽ കോഎൻസൈം എ. പൈറുവിക് ആസിഡ് അണ്ടർഗോസ് ഗ്ലൈക്കോളിസിസിൽ 1 മോളിക്കൂൾ ഗ്ലൂക്കോസിന് 2 മോളിക്കൂൾ പൈറുവിക് ആസിഡ് ഉണ്ടായി. ഇതിന് ശേഷം നമ്മൾ എയ്റോബിക് റെസ്പിറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. എയ്റോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ പൈറുവിക് ആസിഡ് അണ്ടർഗോസ് എൻ്റർ ഇൻ ടു ദ മൈറ്റോകോൺട്രിയ ആൻഡ് അണ്ടർഗോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആൻഡ് ഫോം അസറ്റൈൽ കോഎൻസൈം എ. ഇനി ഇവിടെ തൊട്ട് അങ്ങോട്ടുള്ള കാർബണിൻ്റെ വഴി കണ്ടുപിടിച്ചത് ഹാൻസ് ക്രബ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. ഹാൻസ് ക്രബ്. അതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് ക്രബ്സ് സൈക്കിൾ. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് ഇതിൽ വരാൻ പോകുന്നത് അസറ്റൈൽ കോഎൻസൈം ഏതുമായിട്ടോ ഒരെണ്ണത്തുമായിട്ട് കമ്പൈൻ ചെയ്ത്, അതായത് ഓക്സാലോഅസറ്റിക് ആസിഡായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ആദ്യത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് സിട്രിക് ആസിഡാണ്. അതിന് സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും പറയും. എന്തുപേര് പറയും? സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും പറയും. അല്ലെങ്കിൽ ഇതിന് കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളത്, 3 കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, TCA സൈക്കിൾ എന്നും പറയും. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, എനിക്ക് അസറ്റൈൽ കോഎൻസൈമെ കിട്ടി. അസറ്റൈൽ കോഎൻസൈമെ നൗ എൻ്റർ ഇൻ ടു ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ. അപ്പോൾ ക്രബ്സ് സൈക്കിൾ, പിന്നെ എന്താ TCA സൈക്കിൾ, അല്ലെങ്കിൽ എന്ത് പറയും? ക്രബ്സ് സൈക്കിൾ, TCA സൈക്കിൾ, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും പറയും. ഓക്കെ. അസറ്റൈൽ കോഎൻസൈം എ ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് combines with oxaloacetic acid. Oxaloacetic acid എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? ഒരു 4 കാർബൺ കോമ്പൗണ്ടാ. അസറ്റൈൽ കോഎൻസൈമേ 2 കാർബൺ അല്ലേ? അപ്പോൾ കാരണം എന്താ? പൈറുവിക് ആസിഡിൽ നിന്ന് ഡീകാർബോക്സൈൽ 2 കാർബൺ കോമ്പൗണ്ട്. അങ്ങനെ 4 കാർബണുള്ള ഓർഗാനിക് ആസിഡ് ഉണ്ടാവും. 6 കാർബണുള്ള
കോമ്പൗണ്ട് ഉണ്ടാവും. ഇതിനെ പറയുന്ന പേരാണ് സിട്രിക് ആസിഡ്. എന്ത് പേര് പറയും? സിട്രിക് ആസിഡ്. അപ്പോൾ പേരെന്തായി? സിട്രിക് ആസിഡ്. അതുകൊണ്ടാണ് ഇതിന് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സൈക്കിൾ മൊത്തം ആകുമ്പോഴത്തേക്ക് മനസ്സിലാവും. സിട്രിക് ആസിഡിന് അപ്പോൾ എത്ര കാർബൺ ആണുണ്ട്? 6 കാർബൺ. സിട്രിക് ആസിഡ് ദെൻ ഐസോസിട്രിക് ആവും, പല ചേഞ്ചസ് ഉണ്ടാവും. സിട്രിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. സിട്രിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അപ്പോൾ ഇവിടെ എന്ത് നടക്കും? ഇവിടെയും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കും. എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും, ഡീകാർബോക്സിലേഷൻ. നമുക്കറിയാം ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്ത് പുറത്ത് വരണം? ഹൈഡ്രജൻ അല്ല പ്രോട്ടോൺ അല്ലെ, ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രോട്ടോൺ പുറത്ത് വരുന്നു. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ നമ്മളതിൽ ആരിരിപ്പുണ്ട്? NAD. ഇവിടുന്ന് പുറത്ത് വരുന്ന ഹൈഡ്രജൻ ഇതിനെ റെഡ്യൂസ് ചെയ്ത് NAD റെഡ്യൂസ് ചെയ്തതായിട്ട് മാറും NADH+, H+. NADH എന്ന് പറഞ്ഞാലും മതി നിങ്ങൾ. പിന്നെ ഇതിൻ്റെ കൂടെ എന്ത് നടക്കുമെന്ന് പറഞ്ഞു? ഡീകാർബോക്സിലേഷൻ. എന്ത് നടക്കും? ഡീകാർബോക്സിലേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടും. അപ്പോൾ എനിക്കുണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് അഗെയിൻ അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അപ്പോൾ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൻ്റെ എത്ര കാർബൺ ഉണ്ട്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിനകത്ത് എത്ര കാർബൺ വരും? 5. കാരണം ഒരെണ്ണം അവിടെ പോയില്ലേ, 5 കാർബൺ കോമ്പൗണ്ടാണ്. അപ്പോൾ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എഗെയിൻ അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ NAD റെഡ്യൂസ് ചെയ്ത് NADH+H+ ആയില്ലേ. എന്നിട്ട് എന്തും പോകണം? കാർബൺ ഡൈ ഓക്സൈഡും പോകണ്ടേ? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആൻഡ് ഫോം സക്സൻ. ഇത് നിങ്ങളെ പുസ്തകത്തിനകത്തില്ല, മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അടുത്ത സ്റ്റെപ്പേ ഉള്ളൂ. സക്സനൈൽ കോഎൻസൈം A. സക്സനൈൽ കോഎൻസൈം A ഉണ്ടാവും. സക്സനൈൽ കോഎൻസൈം A loses its coenzyme, അത് പോവും, loses its coenzyme A and form succinic acid. സക്സിനിക് ആസിഡ്. സക്സിനിക് coenzyme എന്തായിട്ട് മാറടേ? സക്സിനിക് ആസിഡായി. ഇവിടെ എന്തോ എന്നറിയാമോ? ഒരു ഫോസ്ഫോറിലേഷൻ നടക്കും. ഇതും സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനാണ്. അതായത് പറഞ്ഞാൽ GDP ഫോസ്ഫോറിലേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? GTP. GDP എന്തായിട്ട് മാറി? GTP. അതായത് ഈ GTP ഒരു ADP ആയിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഫോസ്ഫേറ്റ് ഇവിടെ കൊടുക്കും, ഈസ് ATP. അപ്പോൾ ഫൈനലി നമുക്ക് ATP കിട്ടും. ഒരു GTP = ഒരു ATP. അതൊന്നും പറയണ്ട. ഒരു GTP = ഒരു ATP ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു? എനിക്കിപ്പോൾ എന്ത് കിട്ടി? സക്സിനിക് ആസിഡ്. ഒന്നുകൂടെ വരാടെ, നമ്മൾ അവിടം വരെ ഒന്നുകൂടെ വരാം. ക്രെബ്സ് സൈക്കിൾ എവിടെ പറയുന്ന? അസറ്റൈൽ കോഎൻസൈം A, ഓക്സാൽ അസറ്റിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് ചേരുമ്പം സിട്രിക് ആസിഡ് ഉണ്ടാവും. സിട്രിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആൻഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഇറ്റ് ഈസ് ആൾസോ അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആൻഡ് സക്സനൈൽ കോഎൻസൈം A. സക്സനൈൽ കോഎൻസൈം A then converted into succinic acid. Here one GDP phosphorylated to GTP. GDP ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുമ്പോൾ GTP ആവും. സക്സിനിക് ആസിഡ് പിന്നീട് എന്തായിട്ട് മാറുമെന്നറിയാമോ? ഫ്യൂമാറിക് ആസിഡ്. ഫ്യൂമാറിക് ആസിഡ്. സക്സിനിക് ആസിഡ് ഫ്യൂമാറിക് ആസിഡ് ആവും. then ഫ്യൂമാറിക് ആസിഡ്. ഇവിടെ ഒരു FAD ഈസ് ഒരു FAD. ഇവിടെ ഫ്ലേവിൻ അഡനിൻ ഡൈ ന്യൂക്ലിയോറ്റൈഡ് റെഡ്യൂസ്ഡ് ടു ഫോം FADH2. ഒന്നുകൂടെ പറയാം. ഒരു FADH2 = 2 ATP. ഇവിടെ മാത്രം നമുക്ക് വേറൊരു വ്യത്യാസം. ഒരു FADH2 = 2 ATP. ഫ്യൂമാറിക് ആസിഡ് പിന്നീട് മാലിക് ആസിഡ് ആകും. മാലിക് ആസിഡ്.
മാലിക് ആസിഡ് പിന്നീട് ഓക്സാലോ അസറ്റിക് ആസിഡ് ആവും. മാലിക് ആസിഡ് പിന്നീട് ഓക്സാലോ അസറ്റിക് ആസിഡ് ആവും. ഇവിടെ ഒരു NAD റെഡ്യൂസ് ചെയ്ത് NADH പ്ലസ് H പ്ലസ് NAD റെഡ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറും? NADH പ്ലസ് H പ്ലസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ. അപ്പോൾ ഒരു അസറ്റൈൽ കോഎൻസൈമെ ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് കമ്പൈൻ ചെയ്ത് സിട്രിക് ആസിഡ് ആകുമ്പം 3 ATP ഉണ്ടാകും. ഒരു NADH 3 ATP. ഒരു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഒരു സക്സനൽ കോഎൻസൈം ആകുമ്പം 3 ATP. 3 3 6. ഒരു GDP = 1 ATP. ഒരു FAD ഒരു FADH2 ആകുമ്പോഴത്തേക്ക് 2 ATP. ഒരു NAD ഒരു NADH ആകുമ്പോൾ 3 ATP. അപ്പോൾ 3 3 6 3 9 10 11 12. അതെ, ഒരു ക്രബ് സൈക്കിളിൽ നിന്ന് 12 ATP ഉണ്ടാവും. നമുക്ക് 2 അസറ്റൈൽ കോഎൻസൈമേ ഇല്ലേ? ഒരു അസറ്റൈൽ കോഎൻസൈമേ ക്രബ് സൈക്കിൾ ചെയ്യുമ്പോൾ 12 ATP. 2 അസറ്റൈൽ കോഎൻസൈമം ഇവിടെയും 12 ATP ഇല്ലേ? ഇതേപോലെ കറങ്ങി വരത്തില്ലേ? അപ്പോൾ 12 12 നേരത്തെ നോക്കി ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്ന ഗ്ലൈക്കോളിസിസിൽ, അതായത് നമ്മൾ ആദ്യം പഠിച്ച ഗ്ലൈക്കോളിസിസിൽ എനിക്ക് 8 ATP കിട്ടി. അസറ്റൈൽ കോഎൻസൈം ആയപ്പോൾ കോഎൻസൈം A ആക്കിയപ്പോൾ എനിക്ക് 6 ATP കിട്ടി. ഒരു ക്രബ് സൈക്കിളിൽ പോയപ്പം 12 കാർബൺ ATP. 2 സിട്രിക് ആസിഡ് സൈക്കിളിൽ പോയപ്പം 12 12 24 ATP. അപ്പോൾ എനിക്ക് 24 6 30 8 38 ATP കിട്ടി. 38 മൈറ്റോകോൺട്രിയയിലാണ് ഈ ATP ഉണ്ടാകുന്ന പ്രക്രിയ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈറ്റോകോൺട്രിയയുടെ ഇനി നടക്കുന്നതെന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് നടക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കണം. അപ്പോൾ ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഈ NADയിലുള്ള പ്രോട്ടോൺസ് ഇലക്ട്രോൺസും ഒക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ATP കിട്ടും. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച ഗ്ലൈക്കോളിസിസിനകത്ത് സൈറ്റോപ്ലാസത്തിലാണ് 2 NADH ഉള്ളത്. ഇതിനെ അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എത്തിച്ച് അതിലും ATP ആക്കി മാറ്റണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ബുദ്ധിമുട്ടണ്ട, പഠിക്കണ്ട. ഈ 38 ATP 38 ATP ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് പറയുന്നു. എങ്കിലും അതിനകത്തുനിന്ന് ഒരു 2 എണ്ണം കൂടെ നമുക്ക് കുറച്ചിട്ട് നെറ്റ് ഗെയിൻ ഓഫ് ATP ഈസ് 36. അപ്പം നമ്മുടെ ഒരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ 38 ATP കിട്ടും. ഗ്ലൈക്കോളിസിസ് ഈസ് ദ കൺവേർഷൻ ഓഫ് 1 molecule of glucose into 2 molecules of pyruvic acid. First step. Second step is formation of acetyl coenzyme. അതിൽ നമുക്ക് 6 ATP കിട്ടും. തേർഡ് സ്റ്റെപ്പ് ക്രബ് സൈക്കിൾ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ നടക്കും. ആ ദ്രാവകത്തിൽ നടക്കുമ്പോൾ അതിൽ നടക്കുമ്പോൾ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ ക്രബ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ അതും അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുമ്പോൾ 24 ATP. ഒരു ക്രബ് സൈക്കിളിൽ നിന്ന് 12. 2 എണ്ണം ഉള്ളത് 2 അസറ്റിൽ കോഎൻസൈം ഉള്ളതുകൊണ്ട് 2 സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കും. അപ്പോൾ 12 12 24 24 6 30 8 38 2 നമ്മൾ കുറയ്ക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 36 ATP മോളിക്യൂൾസ് ആണ്. നെറ്റ് ഗെയിൻ ഓഫ് ATP ഈസ് 36 ATP മോളിക്യൂൾസ്. സോ ഒരു എയ്റോബിക് റെസ്പിറേഷനിൽ എത്ര ഉണ്ടാവും? 36 ATP മോളിക്യൂൾ ഉണ്ടാവും. ഇനി അനെയ്റോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അനെയ്റോബിക് റെസ്പിറേഷനിൽ നമുക്കറിയാം, അനെയ്റോബിക് റെസ്പിറേഷനിൽ ഒന്നാമത്തെ ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോൾ എനിക്ക് എത്ര ATP കിട്ടും? ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോൾ എനിക്ക് ആൾറെഡി 8 ATP കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ ഗ്ലൈക്കോളിസിസിന് എന്ത് ചെയ്യണം? ഞാൻ ലാക്റ്റിക് ആസിഡോ ഈഥൈൽ ആൽക്കഹോളോ ആക്കി മാറ്റണം. അപ്പോൾ അനെയ്റോബിക് റെസ്പിറേഷനിൽ നിങ്ങളെ ഇപ്പോൾ പഠിച്ചു, ഗ്ലൂക്കോസിനെ
2 മോളിക്യൂള് പൈറുവിക് ആസിഡ് ആക്കി മാറ്റി അല്ലേ? 2 മോളിക്യൂള് പൈറുവിക് ആസിഡ് ആക്കി മാറ്റി. അപ്പോൾ ഈ പൈറുവിക് ആസിഡ് ആക്കി മാറ്റിയപ്പോൾ എനിക്ക് എത്ര ATP ഉണ്ടായിരുന്നു? 8 ATP ഉണ്ടായിരുന്നു. അതവിടെ മനസ്സിരിക്കട്ടെ. ഈ പൈറുവിക് ആസിഡിനെ ഇനി എന്ത് ചെയ്യുന്നറിയാമോ? ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. എന്താക്കി മാറ്റും? ലാക്റ്റിക് ആസിഡോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് പ്ലസ് എനർജിയോ അല്ലെങ്കിൽ എത്തനോൾ എത്തനോൾ അല്ലെങ്കിൽ എത്തനോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എനർജി. ഈ 2 രീതി നടക്കാം. ഒരിക്കലും ഈ ഗ്ലൂക്കോസിൽ ഈ 2 പൈറുവിക് ആസിഡും രണ്ട് വഴിക്ക് പോകുന്ന ചിന്തിക്കരുത്. ഞാൻ 2 രീതിയിലും കാണിച്ചത് പൈറുവിക് ആസിഡിന് ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ നടക്കാം, അല്ലെങ്കിൽ ഈസ്റ്റിലെ പോലെ എന്ത് ചെയ്യാം? ഈഥൈൽ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ. അപ്പോൾ ഇതിനെ പറയാം കൺവേർഷൻ ഓഫ് പൈറുവിക് ആസിഡ് ഇൻറ്റു ഈഥൈൽ ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കാൾഡ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. എന്തുവരെ പറയും? ആൽക്കഹോളിക്. Pyruvic acid, conversion of pyruvic acid into lactic acid is called lactic acid fermentation. Lactic acid fermentation. ഇനി ഇവിടെ എന്തോ എന്നറിയാമോ? ഇവിടെ NADH പ്ലസ് H പ്ലസ് ഉപയോഗിക്കും. NADH പ്ലസ് H പ്ലസ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പൈറുവിക് ആസിഡ് റെഡ്യൂസ് ചെയ്ത് എത്തനോളാവും. അതായത് NADH ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആ പ്രോട്ടോണിനെ റെഡ്യൂസ് ചെയ്ത് എത്തനോൾ ഉണ്ടാക്കും. അങ്ങനെ എത്തനോൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ നമുക്ക് 8 ATP ഉണ്ടായിരുന്നു. ഇവിടെ ഒരു NADH ഉപയോഗിച്ചു. ഒരു NADH is equal to 3 ATP ആണല്ലോ. അപ്പോൾ 2 പൈറുവിക് ആസിഡിനെ ഒന്നുകൂടെ വേറെ രീതി പറയാം. എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റി? പൈറുവിക് ആസിഡാക്കി മാറ്റി. പൈറുവിക് ആസിഡാക്കി മാറ്റിയപ്പോൾ എനിക്ക് 8 ATP എൻ്റെ ഇരിപ്പുണ്ട്. ഈ പൈറുവിക് ആസിഡിനെ ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടത്തി ലാക്റ്റിക് ആസിഡ് ആകും പ്ലസ് എനർജി, അല്ലെങ്കിൽ പൈറുവിക് ആസിഡിനെ എന്ത് ചെയ്യാം? എത്തനോൾ പ്ലസ് ഈഥൈൽ ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ഒരു പൈറുവിക് ആസിഡ് ഉണ്ടല്ലോ. ഈ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യും? NADH പ്ലസ് H പ്ലസ് യൂസ് ചെയ്യും. അപ്പോൾ NADH പ്ലസ് ഒരു NADH is equal to 3 ATP അല്ലേ? അപ്പോൾ ഈ 2 NADH ഇല്ലേ? 2 NADH പ്ലസ് H പ്ലസ് 2 NAD പോകില്ലേ? 2 പൈറുവിക് ആസിഡ് ഇല്ലായിരുന്നോ? അപ്പോൾ എന്ത് ചെയ്യും? 2 NADH, അതായത് 6 ATP കുറയ്ക്കണം. എൻ്റെ കയ്യിൽ നേരത്തെ 8 ATP ഉണ്ടായിരുന്നു. 8 ATP മൈനസ് 6 ATP is equal to 2 ATP. നോക്കണേ, നമുക്ക് ഗ്ലൈക്കോളിസ് മറ്റ് എയ്റോബിക് റെസ്പിറേഷനിലെ 36 ATP കിട്ടിയെടുത്ത് അനഡോസിൻ ട്രൈഫോസ്ഫേറ്റ് എനർജി കറൻസ് കിട്ടിയെടുത്ത് 2 ATP മാത്രമേ കിട്ടൂ. ഇവിടെ അതേപോലെ സംഭവിക്കുക. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. NADH പ്ലസ് H പ്ലസ് കൊടുത്ത് NAD അല്ലേ? ഈ പൈറുവിക് ആസിഡിനെ H റെഡ്യൂസ് ചെയ്ത് എത്തനോളും പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റി. അപ്പോൾ ഇവിടെയും NADH ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്നത് കൊണ്ട് നേരത്തെ എനിക്ക് ഗ്ലൈക്കോളിസിസ് കിട്ടിയ 8 മൈനസ് ഇവിടെ ഉപയോഗിച്ച് 6 is equal to എത്ര? 2 ATP. നെറ്റ് ഗെയിൻ ഈസ് ഓൺലി 2 ATP. സോ അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഓർ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, അനേറോബിക് റെസ്പിറേഷൻ ഓർ ആൽക്കഹോളിക് fermentation, anaerobic respiration or alcoholic fermentation. Anaerobic respiration, first glucose converted into pyruvic acid. Pyruvic acid is then converted into lactic acid in lactic acid fermentation. Then pyruvic acid is converted into ethanol or ethanol plus carbon dioxide plus energy. It is called alcoholic fermentation. ഉറപ്പായിട്ട് ഇത് ചോദിക്കും. anaerobic respiration ഷുവർ ആയിട്ട് ചോദിക്കും. ഇനി
ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ റെസ്പിറേഷൻ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്കറിയാം. മൈറ്റോകോൺട്രിയ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൈറ്റോകോൺട്രിയയുടെ ഇത് ഔട്ടർ മെമ്പറൈൻ, ഇത് ഇന്നർ മെമ്പറൈൻ. ഇന്നർ മെമ്പറൈൻ ഇച്ചിരി വീതിക്ക് ഞാൻ വരയ്ക്കുകയാണേ. ഇന്നർ മെമ്പറൈൻ ഇത്തിരി വീതി കൂട്ടി വരയ്ക്കുകയാണ്. ഇന്നർ മെമ്പറൈൻ. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. ഔട്ടർ മെമ്പറൈൻ, ഇന്നർ മെമ്പറൈൻ. ഇത് പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്, പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്. ഇന്നർ മെമ്പറൈൻ്റെ ഇൻഫോൾഡിങ്സിന് നമ്മൾ ക്രിസ്റ്റേ എന്ന് പറഞ്ഞു. ക്രിസ്റ്റേ എന്ന് പറഞ്ഞു. ഈ ഇൻഫോൾഡിങ്സിൽ ഇന്നർ മെമ്പറൈനിൽ കുറേ ഇലക്ട്രോൺ കാരിയേഴ്സ് സീക്വൻഷ്യലായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സീക്വൻഷ്യലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ കാരിയേഴ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. The sequential arrangement of electron carriers in the inner mitochondrial membrane is called electron transport system. ഇത് കൂടാതെ ഈ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ ടെന്നീസ് റാക്കറ്റ് ഷേപ്പിലുള്ള സ്ട്രക്ചറുകൾ വരുന്നുണ്ട്. ഈ ടെന്നീസ് റാക്കറ്റ് ഷേപ്പിലുള്ള സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് F0 F1 പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓക്സിസോംസ്. F0 F1 പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓക്സിസോംസ്.